നമ്മൾ തൃശ്ശൂരുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ കാണാൻ വേണ്ടിയിട്ട് വന്നതാണേ. 2026 ഏപ്രിൽ മാസത്തിലാട്ടോ നമ്മൾ വന്നത്. വർഷം എടുത്തു പറയാനുള്ള കാരണം ഇപ്പം ഇതിൻ്റെ അവസ്ഥയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത് അടിപൊളിയാവും. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു തെറ്റായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ജാമ്യം എടുത്തതാട്ടോ. പാർക്കിംഗ് സൗകര്യം ഇഷ്ടം പോലെയുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾക്ക് ഇവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാനുണ്ട്. നമ്മൾ പോയ സമയത്ത് അഡൾട്ടിന് 70 രൂപയും കുട്ടികൾക്ക് പൈസ കുറച്ച് കുറയും, 12 വയസ്സ് വരെ ഉള്ളവർക്ക് 20 രൂപയും ആയിരുന്നേ. ഇതിന് മുന്നേ വന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു KSRTCയിൽ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് ഇറക്കി കണ്ട് കയറ്റി അങ്ങനെ കൊണ്ടുപോകുന്ന. നമ്മളോട് പറഞ്ഞത് ഫുള്ള് നടന്ന് കാണുക, ബസ് പോയിന്റിൽ ലാസ്റ്റുള്ള ബസ് പോയിന്റിൽ നിന്ന് നമ്മളെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ബസ്സിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ. തുടക്കമൊക്കെ അടിപൊളിയാണ്. നല്ല ഇഷ്ടം പോലെ താമരയും ആമ്പലും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. വന്നത് ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ നാട്ടപ്പൊരി വെയിലാണ്. അത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്ന് കാണാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ കാണുക ഈ ഒരു മുതലേനെയാണ് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണ് ഇത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ നമുക്ക് അവരോട് പാവം തോന്നിയേ സത്യം പറഞ്ഞാൽ. തൃശ്ശൂരുള്ള എല്ലാ മൃഗങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് അറിയില്ലേ. കാരണം ഇവിടെ മൃഗങ്ങളേ കുറവായിരുന്നു. ഉണ്ടാക്കിയ സെറ്റപ്പൊക്കെ അടിപൊളിയാട്ടോ. അങ്ങനത്തെ കുറച്ച് മൃഗങ്ങൾക്കൊക്കെ നല്ല വിശാലമായിട്ട് സ്ഥലമൊക്കെ ഉണ്ടേ. ഒരു 2 വർഷമെങ്കിലും എടുത്താൽ മാത്രമേ ഇതൊരു ശരിക്കുള്ള ഒരു സൂ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. നമ്മൾ ഈ തുടക്കം തന്നെ പോയത് കൊണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വരണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കൃഷ്ണപ്പരുന്തൊക്കെയാണ് കൂട്ടിലിട്ടിട്ടുള്ളത്. 2-3 കൃഷ്ണപ്പരുന്തുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആമേനെ കാണാം കേട്ടോ. നമ്മൾ നടന്ന് മടുക്കുകയൊന്നുമില്ല കേട്ടോ. മൈസൂറിലെ സൂ ഒക്കെ പോലെ അത്രയൊന്നും നടക്കാനില്ല കേട്ടോ. നടക്കാൻ കുറവാണേ ഇവിടെ. ഇത്രയും വെയിലായതുകൊണ്ടായിരിക്കും മാനുകളൊക്കെ ഇതാ കാട്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ താഴേക്ക് ഇറങ്ങി വന്നിട്ടേ ഇല്ല കേട്ടോ. നല്ല വെയിലാണ്. പിന്നെ ഈ ഭാഗത്തേക്കൊന്നും പച്ചപ്പ് വരാത്തത് കൊണ്ട് തന്നെ അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവരൊക്കെ തണലത്ത് ഇങ്ങനെ പറ്റി കിടക്കുക കേട്ടോ. തണൽ ഉള്ള സ്ഥലത്ത് കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഉറക്കമോ ക്ഷീണത്തിലോ ഒക്കെയാണേ. പിന്നെ മെയിനായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഭക്ഷണവും ഐസ്ക്രീമും കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്. എല്ലാം പെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഭാഗ്യം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇത്ര അടുത്ത് നമുക്ക് പുള്ളിപ്പുലീനെ കാണാൻ പറ്റിയേ. അതെന്തോ നമ്മൾ പൈസ കൊടുത്ത് കയറിയതിൻ്റെ ഭാഗ്യം എന്ന് പറയാം കേട്ടോ. ഇത്ര അടുത്ത് ഈ ഗ്ലാസ്സിൽ തൊടരുത് എന്നൊക്കെ അവിടുന്ന് പറയുവേ അവർ. അതിനും അതൊക്കെ ചൂടെടുത്തിട്ടായിരിക്കണം. ഇവിടെ ഒരു പില്ലറിൻ്റെ അവിടെ കടുവയുണ്ട് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ദൂരേന്നാണ് നമുക്ക് കാണുള്ളൂ. ആളവിടെ വിശ്രമിക്കുകയാണേ. ഇതിനെ കുറച്ച് ദൂരത്തു നിന്നാണെങ്കിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യമാട്ടോ. കാരണം ഇതിവിടെയൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ അതിനുള്ള കൂടുകളാണെന്ന് തോന്നുന്നുണ്ടേ. പിന്നെയും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുന്ന വഴിയൊക്കെ തണലൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഭാഗം തണൽ തന്നെയാണ്. പിന്നെ കുറച്ച് ഭാഗത്ത് വെയിലും അടിക്കും. ഹിപ്പോപ്പൊട്ടാമസിന്റെ മൂക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിലാട്ടോ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഏകദേശം സൂവിൻ്റെ 90% കഴിഞ്ഞേ. ഇനി അവിടെ എന്തോ ഒരു സാധനം കാണാനുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ബസ് ബേ ആയിട്ടോ. ആ ഷീറ്റ് ഇട്ട് കാണുന്നില്ലേ, അവിടെ എത്തിയാൽ ബസ്സിൻ്റെ സ്ഥലത്തെത്തിയിട്ടോ നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിലേ ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പോകുന്ന വഴിക്ക് എമു ഉണ്ടായിരുന്നേ ഇവിടെ. ഇനി ഞാനൊരു കാട്ടുപോത്തിൻ്റെ അവിടെ മാത്രം മിസ് ചെയ്തിട്ടുള്ളേ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആകെ 2 ബസ്സാണ് നമ്മളെ കൊണ്ടുപോകാനുള്ളത്. ഈ കാണുന്ന ആളുകൾ മുഴുവൻ അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോ ബസ്സിലേക്ക് ഉന്തി വലിഞ്ഞ് കയറുകയാണ് വേണ്ടത്. വളരെ മോശം അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടം വരെ വന്നിട്ട്.
ഏറ്റവും ബുദ്ധിമുട്ടിയത് ഈ ബസ്സിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് തന്നെയാണേ. അവിടുന്ന് ഞങ്ങള് ഇങ്ങനെ ഒരു അമ്പലം, ഭയങ്കര വൈറലായിട്ടുള്ള ഒരു അമ്പലമാണേ. അവിടെ പൂട്ടിയതുകൊണ്ട് പിന്നെ ക്ഷീണിച്ച് അവശരായിട്ട് കേറാനും നിന്നില്ല കേട്ടോ. ആകെ മൂഡ് പോയി. ഞങ്ങൾ ഇവിടെയും കൂടി കയറണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു കോഴിക്കോടുന്നേ വന്നിട്ടുണ്ടായിരുന്നതേ. സൂവ് ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടി പോയി കാണാം.